ദൈവമരുന്ന യേശു ക്രിസ്തുവിന് നമുക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായമുണ്ട്. അതിൽ 8-ാം അധ്യായത്തെ ആസ്പദമാക്കി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറി വളരെ പുരുഷാരം അവൻ പിന്തുടരുന്നു. പുരുഷാരങ്ങളൊക്കെ അവനെ പിന്തുടരുന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. ഉണ്ടോ? തൊട്ടിട്ട് എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കാം എന്ന് പറഞ്ഞു. ഉണ്ടോ? അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെടുന്നു. ആദ്യം കുഷ്ഠരോഗിയെയാണ് സൗഖ്യമാക്കിയത്. രണ്ടാമത് പക്ഷവാതക്കാരന് വീട്ടിൽ കിടക്കുന്നത് അപേക്ഷിച്ച് പറഞ്ഞു. യേശു അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം. ഉണ്ടോ? പക്ഷവാതക്കാരന് അവൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ വന്ന് ശുദ്ധമാക്കാമെന്ന് പറഞ്ഞു, സൗഖ്യമാക്കാമെന്ന് പറഞ്ഞു. അവൻ ശതാധിപൻ കർത്താവിനോട് ഉത്തരം പറയുക, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. എന്താ? ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യം വരും. എന്താ? ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാനൊരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചിട്ട് പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടി സ്വർഗരാജ്യത്തിൽ പന്തിയിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളിയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നെ യേശു ശതാധിപനോട്, പോകാം, നീ പോ, നീ വിശ്വസിക്കാതെ പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികൾ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഉണ്ടോ? അത് ശതാധിപൻ വന്ന ബാല്യക്കാരൻ പറഞ്ഞു കേട്ടോ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ. പക്ഷപാതക്കാരൻ്റെ ദൈവം സൗഖ്യമാക്കി, കുഷ്ഠരോഗിയെ ദൈവം സൗഖ്യമാക്കി. ഈ രണ്ട് കാര്യങ്ങൾ ഇതിനകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സുവിശേഷ ഭാഗങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വായിക്കണം. എളുപ്പമാണ് വായിച്ച് മനസ്സിലാക്കാനായിട്ടും. ബൈബിളിനകത്ത് ഓരോ കാര്യങ്ങൾ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഓരോ കാര്യങ്ങൾ സത്യമായിട്ടുള്ളതാണ്. നമുക്കൊന്നും കൂട്ടാനും പറ്റത്തില്ല, കുറയ്ക്കാനും പറ്റത്തില്ല. നമ്മൾ ജ്ഞാനത്തോടെ അത് വായിച്ച് അതിനുള്ള ജ്ഞാനം നമുക്ക് ദൈവം തരും. അതാണ് ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള ജ്ഞാനം എനിക്ക് തരുന്നത് എൻ്റെ ദൈവമാണ്. ആ ജ്ഞാനത്താൽ ആണ് ഞാൻ പറയുന്നത്. ഈ ജ്ഞാനം ദൈവം തരുന്ന ഞാൻ ഉപയോഗിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവം ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. God bless you.